ചേട്ടാ, ഈ പാർത്ഥസാരഥി സാറുണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? ഞാനേ പുള്ളിയുടെ പൂനെയിലുള്ള ബന്ധുവിന്റെ അടുത്തുനിന്ന് വരുക. ഈ സ്വീറ്റ്സ് ഒന്ന് കൊടുക്കണം, ഒന്ന് സംസാരിക്കണം. ചോദിച്ചിട്ട് വരാം. ആ ശരി. ആ സാർ ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു. സാർ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാൻ ഇത് സാറിനൊന്ന് തരാൻ വേണ്ടി വന്ന എന്തായത്? സ്വീറ്റ്സ് ആണ് സാർ. നമ്മുടെ പൂനെയിലെ സീതാറാം സ്വീറ്റ്സ് എന്ന് മേടിച്ചതാ. സാർ ഇതൊന്ന് കഴിച്ചു നോക്കി പ്ലീസ്. എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല നെയ്യിലുണ്ടാക്കിയതാ. സാറൊരു ഭക്ഷണപ്രിയനാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ അവിടെ പോയി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാ. താങ്ക് യു சார். அவர் ஐடென்டிஃபை பண்ணியாச்சு, பட் ஆல் மிஸ்ஸிங். ഓഫീസിലും വീട്ടിലും എല്ലാം பார்த்தோம், കിടക്കില്ല. സർ, ലോക്കൽ പോലീസിനോട് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ അയാളുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അതുപോലെ ലുക്കൗട്ട് നോട്ടീസ് ഇടാൻ പറയാം. ചെയ്യാം സർ. சார், டீட்டெயில்ஸ் எல்லாம் இந்த ஃபைலில் இருக்கு. ദേവരാജ് പി കെ. തിരുവല്ലയിൽ ജനിച്ച താൻ കഴിഞ്ഞ 10 വർഷമായി പൂനെയിലാണ്. എടുത്തു പറയത്തക്ക ബിസിനസ്സോ ജോലിയോ ഒന്നുമില്ല. ബിസിനസ് ഒക്കെ ഒരു ഇവർ പേരിൽ 2 ചെക്ക് കേസ് വേറെ ഇருக்கு. സർ, ഇയാൾ 3 വർഷമായിട്ട് ഒരു ഇടത്തര അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ പറയത്തക്ക ഇൻകൊന്നും ഇയാക്കില്ല. അപ്പൊ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ദേവരാജ ഇതിന് മാത്രം കാശ് തന്റെ വന്നേ? പെട്ടെന്നൊന്നും അല്ല സാറേ. കുറെ കാലത്തെ ബന്ധങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാനൊരു ഇടത്തരക്കാരനാ. പലതരം ബിസിനസ്സും ചെയ്തു നോക്കും, ഒന്നും ഗതി പിടിച്ചില്ല. ഏത് ബിസിനസ്സുകാരനാ സാറേ ഒരു ചെക്ക് കേസെങ്കിലും ഇല്ലാത്തത്? ഇപ്പം പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് പുതിയൊരു ബിസിനസ് ഡീൽ ഉണ്ടാക്കിയത്. അന്നേരമാണ് ഇൻകം ടാക്സിൻ്റെ വക ഫണ്ടെല്ലാം ഫ്രീസ് ചെയ്തെന്നുള്ള അറിയിപ്പ് വന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നിങ്ങളെല്ലാം കൂടെ പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്ത്? എന്താ പ്രശ്നമെന്നെങ്കിലും എന്നോട് പറ. ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ദേവരാജ? തനിക്കൊരു ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് അറിയാം? അറിയാം. സജീവ സർ. ഈയുടെ അറസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. സർ, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേക്ക്. ഇതെന്റെ ജീവിതമാ സാറേ. ഇനി അതിനൊന്നും സമയമില്ലടോ. സാറേ ഒന്ന് കേക്ക് സാറേ പ്ലീസ്. Your name? Vishnu Govind. നന്ദു നാരായണൻ. ചാക്കോ സേവ്യർ. Rahim. ലക്ഷ്മി ശങ്കർ. മുഹമ്മദ് അഫ്സൽ റഹ്മാൻ. കൃഷ്ണകുമാർ. നവ്യശ്രീ അനസ്. മഹേഷ് പി ടി. ഇത് ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ സോണൽ മാനേജർ വിജയ്. ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണ് ശിവകുമാർ. നമ്മുടെ കർണാടക സൗത്ത് സോണും കേരള സോണും സാറിന്റെ കൺട്രോളിലായിരിക്കും. യു ആർ കമ്മിങ് ഫ്രം കണ്ണൂർ, ആലപ്പുഴ, കോട്ടയത്താ. മഞ്ചേരി. കൊല്ലം. പാലക്കാട്, തൃശൂർ. കോഴിക്കോട്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? എം.കോം ആണ് സർ. ഡിഗ്രി. ബി.കോം. ബി.കോം. BA വരെ പഠിച്ചിട്ടുണ്ട് സർ. BA. ഡിഗ്രി, പ്രീ ഡിഗ്രി. ഈ മേഖലയിൽ മുൻപരിചയം ഉണ്ടോ? ഇല്ല, ഞാനൊരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സേലത്ത്. ഇല്ല. ഉടുപ്പി ഗ്രാമീൺ ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? കർണാടകയിൽ ബാംഗ്ലൂരാണ് ഹെഡ് ഓഫീസ്. 2004 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആസെറ്റ്സ് 600 crores. സർ, സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ബാങ്കാണ് ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നത് 3 ബ്രാഞ്ചുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റ് കാസർഗോഡ്, ബേഡകം. ഇൻ കേസ് ഇഫ് വി ആർ അപ്പോയിന്റിംഗ് യു, ഈ ബാങ്കിന്റെ വളർച്ചയെ നിങ്ങൾ എങ്ങനെ സഹായിക്കും? ബാങ്കിന്റെ അസറ്റ് വർദ്ധിപ്പിക്കും.
സർ ഇൻ നെക്സ്റ്റ് 5 years ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ഏറ്റവും മികച്ച ബ്രാഞ്ച് ഇതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസും നോളജും വെച്ചിട്ട് എനിക്ക് സാധിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അവിടുത്തെ നാട്ടുകാരുടെ സമ്പാദ്യശീലവും ബാങ്കിന്റെ വളർച്ചയും ഒരുമിച്ചായിരിക്കും. ഒരുത്തനും കടം കൊടുക്കരുത്. കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് പരമാവധി കാശ് മേടിച്ച് നമ്മുടെ ബാങ്ക് നിറയ്ക്കണം. ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ വളർച്ചയും വേഗത്തിലായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ.